ഹായ് വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടീ ടൈം സ്നാക്കാണ്. ക്രിസ്പി കറി ലീഫ് ഷേക്കർ പൊട്ടേറ്റോസ് അല്ലെങ്കിൽ ഷേക്കർ ഫ്രൈസ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രത്യേക രുചിയുള്ളൊരു പൊട്ടേറ്റോ ഫ്രൈ ആണ്. കറി ലീഫ് പൗഡർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്യണം. എന്നിട്ട് എനിക്ക് ചൂടോടുകൂടി ഫോട്ടോസും അയച്ചു തരണം. റെസിപ്പിയിലേക്ക് കടന്നാലോ? അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 4 വലിയ പൊട്ടേറ്റോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടേറ്റോസ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. എല്ലാ ടൈപ്പ് പൊട്ടേറ്റോസും നല്ല ക്രിസ്പി ഫ്രൈ ആവില്ല. കൂടുതലും നല്ലത് ഈ ബ്രൗൺ കളർ അമേരിക്കൻ പൊട്ടേറ്റോസ് അല്ലെങ്കിൽ ഹെൽത്ത പൊട്ടേറ്റോസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ആ ഒരു തരം പൊട്ടേറ്റോസ്, ഇതുപോലത്തെ ഒരു കളറ് പൊട്ടേറ്റോസ്, കൂടുതലും മഞ്ഞിച്ചിരിക്കുന്ന പൊട്ടേറ്റോസ് ഫ്രൈ ചെയ്യാൻ അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പീൽ ചെയ്യണം. എന്നിട്ട് യൂണിഫോം സൈസിലൊന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ തംബ്നെയിൽ ഇമേജിലുള്ള ഫോട്ടോ കുറച്ചും കൂടി വലിയ ക്യൂബ്സ് ആണ്, വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചും കൂടി സ്മോളർ ഡൈസ് പോലെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് യൂണിഫോം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടേറ്റോ സ്ലൈസർ ഫ്രൈസ് കട്ടറിൻ്റെ ഗ്രിഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരേ വീതി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ തിക്ക് സ്ലൈസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരേ സൈസായിട്ടുള്ള ഡൈസ് കിട്ടും. ഒരേ സൈസായിട്ട് നമ്മൾ ഡൈസ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി യൂണിഫോം ക്രിസ്പായിട്ട് കിട്ടും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇത് നല്ല ഉപ്പിട്ട വെള്ളമാണ്. ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാൻ വെക്കാൻ പോകണം, ഒരു 15 മിനിറ്റ്. ഇങ്ങനെ സോക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റാർച്ചി ലെയർ ഒന്ന് പോയി കിട്ടും. അപ്പോഴും നമ്മുടെ പൊട്ടേറ്റോസ് ഒന്നും കൂടി ക്രിസ്പായി കിട്ടും ഡ്രെയിൻ ചെയ്തതിന് ശേഷം. പിന്നെ പൊട്ടേറ്റോസിൻ്റെ സൈഡിലത്തെ ഈ 2 സ്ലൈസ് തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത റൗണ്ട്സ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? കണ്ണുമ്പിൽ വെക്കാനാണ്. കണ്ണിൻ്റെ ആ ഡാർക്ക് സർക്കിൾസും ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ. അപ്പോൾ പൊട്ടേറ്റോസ് 15 മിനിറ്റ് ആ തണുത്ത ഉപ്പിട്ട വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അത് ഡ്രെയിൻ ചെയ്യാൻ വെക്കണം. വെള്ളം നന്നായിട്ട് പോകണം. അതപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ലീഫ് പൗഡർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു ചീനിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് നേരെ. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിക്കുരു, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടിപ്പോണ്ട കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിനി ഫ്ലെയിം ഓണാക്കി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാൻ പോകുന്നത്. ഒരു ചെറിയ മണവും പൊട്ടലൊക്കെ കേട്ട് തുടങ്ങി ആ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങും. പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ഭാഗത്ത് കൂടുതൽ ബ്രൗൺ ആവാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ. ഇപ്പോൾ ഇവിടെ വെളുത്ത കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവറും ഡിഫറെൻ്റ് ആണ്. പിന്നെ ആ കറുത്ത കുരുമുളക് പൊടി ഇട്ടാൽ ഇതിൻ്റെ കളറാകെ മാറിപ്പോവാറുണ്ട്. അതുകൊണ്ട് വൈറ്റ് പെപ്പർ പൗഡറാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുറച്ച് കുറവ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വറുത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ മിക്സി ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പോകണം. നല്ല പൊടിയായി കിട്ടണ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സി ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ഡ്രൈ ആയിരിക്കണം. ഇതിട്ടിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ലീഫും കൂടി വറുത്ത് എടുക്കണം. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് വെറും 1 ടീസ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, എന്തെങ്കിലും ന്യൂട്രൽ ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ പോലെ. അതിൽ 2 വലിയ അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളിയുടെ മണം കിട്ടിക്കഴിയുമ്പോൾ 1.5 മുതൽ 2 കപ്പ് വരെ ഫ്രഷ് കറി ലീവ്സ്. ഈ കറിവേപ്പില നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് വെള്ളം മുഴുവൻ കളഞ്ഞ കറിവേപ്പിലയാണ്. അത് നേരത്തെ ചെയ്ത് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് പോകണം, കാരണം നമുക്കിതൊന്ന് വറുത്ത് നല്ല ക്രിസ്പായി കിട്ടണം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അധികം സമയം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ക്രിസ്പായി തുടങ്ങും. നമുക്ക് കേട്ടാലറിയാം അതിൻ്റെ സൗണ്ട്. ഒരു ചക്ക സൗണ്ട് വരുമ്പോൾ കറി ലീഫ് ക്രിസ്പായി തുടങ്ങിയെന്നാണ് അർത്ഥം. പിന്നെ കളറ് മാറിപ്പോകരുത്, അതാണ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല പച്ച കളർ ബ്രൈറ്റ് ഗ്രീനായിട്ട് എടുക്കാൻ നോക്കണം. എന്നാലേ നമ്മുടെ കറി ലീഫ് പൗഡറിനും ആ നല്ല കളറ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് റെഡി ആകുമ്പോൾ ഒരു കറിവേപ്പില ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ നല്ല ക്രാക്ക് സൗണ്ട് വരും. അങ്ങനെ പൊടിച്ച് ഇടാൻ പറ്റും നമുക്ക്. ആ ഒരു പരുവത്തിലാവും. അപ്പോൾ കുറച്ചധികം നേരം ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നു എൻ്റെ പൊട്ടേറ്റോ ക്യൂബ്സ്. പിന്നെ ചെറിയ ഉപ്പുണ്ടാവും. ഉപ്പിട്ട വെള്ളത്തിലായതുകൊണ്ട്
അതിന് പേപ്പറിൽ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഒന്നും കൂടി വെള്ളം പോവാൻ. അതേപോലെ തന്നെ കിച്ചൺ പേപ്പറിൽ ഈ ഫ്രൈ ചെയ്ത കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൽ എക്സസ് ഓയിലൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നേരം വെയിറ്റ് ചെയ്യേണ്ട, കുറച്ച് ഓയിലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ഇതും നമുക്ക് ആ മിക്സി ജാറിലേക്ക് ഇട്ടെടുക്കാം. മിക്സി ജാറിൽ തീരെ വെള്ളം പാടില്ല, നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫൈനായിട്ടുള്ള പൗഡർ കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം, നല്ലൊരു ഫൈൻ പൗഡറായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കറി ലീഫ് പൗഡർ റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൊട്ടാറ്റോസ് ഫ്രൈ ചെയ്യാം. വെള്ളം നന്നായിട്ട് ആ പേപ്പറിൽ ഇട്ട് പോയതിന് ശേഷം നമുക്ക് പൊട്ടാറ്റോ ക്യൂബ്സ് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് 2 or 3 ബാച്ചസ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറേ പൊട്ടാറ്റോ ക്യൂബ്സ് ഒരുമിച്ചിടണ്ട, അപ്പോൾ ക്രിസ്പി ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് പതുക്കെ ഇളക്കി ഒരു ഗോൾഡൻ കളറാവും, അതൊന്ന് ക്രിസ്പാവും. അപ്പോൾ ഉപ്പിട്ട വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന കാരണം ഇതിന് കുറച്ച് അത്യാവശ്യം ഉപ്പുണ്ടാവും. ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ കറി ലീഫ് പൗഡറിൽ നമ്മൾ ഉപ്പിടാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഉപ്പും കൂടി ഉണ്ടാവും ഇതിന്. അപ്പോൾ പൊട്ടാറ്റോസ് കഴിച്ച് നോക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുണ്ടാവും, നല്ല പാകത്തിന് വെന്തിട്ടും ഉണ്ടാവണം. അത് ഒരെണ്ണം കഴിച്ച് ചെക്ക് ചെയ്ത് നോക്കണം, അപ്പോൾ നമുക്ക് പാകം അറിയാം. ഇനി പൊട്ടാറ്റോസ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് കറി ലീഫ് പൗഡർ ഇട്ടിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വേഗം സോഗി ആകും. ഇത് വേഗം സെർവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കറി ലീഫ് പൊടി ഉണ്ടാക്കിയതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഒരുപാടായി പോകണ്ട, ഒന്ന് പതുക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം ഉപ്പുള്ള ഒരു സീസണിങ് പൗഡർ ആയിരിക്കണം. അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത പൊട്ടാറ്റോസ് ഇട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള കറി ലീഫ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേഗം ഒന്ന് ഷേക്ക് ചെയ്ത് കുക്ക് ചെയ്യണില്ല ഇനി. എന്നിട്ട് ഒരു അരിപ്പ പാത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രയർ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജിലും കുറച്ചും കൂടി പൊടിയിട്ട് കൊടുക്കാം. പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് പിന്നെയും ചൂടാക്കുന്നില്ല, ചീനച്ചട്ടിയിലൊന്നും ചൂടാവുന്നില്ല. ഇപ്പോൾ ചീനച്ചട്ടിയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ കറി ലീഫ് പൊട്ടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആ സ്റ്റെപ്പും ഒഴിവാക്കാം. വെറുതെ ഈ ഫ്രൈ ചെയ്ത പൊട്ടാറ്റോസിൽ ഇതുപോലെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ചിട്ട് ഈ കറിവേപ്പിലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരെണ്ണം കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പാകത്തിന് ഉപ്പായിട്ടുണ്ടോയെന്ന്, അല്ലെങ്കിൽ കറി ലീഫ് പൗഡറിൻ്റെ ടേസ്റ്റ് ആവശ്യത്തിനായിട്ടുണ്ടോയെന്ന്. കറി ലീഫ് പൗഡറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉണ്ട്, എന്നാൽ ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വേഗം സെർവ് ചെയ്യണം, ആ ചൂടുള്ളപ്പോൾ തന്നെ ക്രിസ്പായിരിക്കുമ്പോൾ തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ ഇത് സെർവ് ചെയ്യാനൊരു സ്പെഷ്യൽ ഇതുണ്ട്, നമ്മൾ ഇതിൻ്റെ കൂടെ കറി ലീഫ് മയോണൈസും കൂടി സെർവ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, മയോണൈസിൻ്റെ ഉള്ളിൽ കുറച്ച് ഈ കറി ലീഫ് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു ടീ ടൈം സ്നാക്കാണ്, ഒരു യൂണീക്ക് ടേസ്റ്റുമാണ്, നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ഈ കറി ലീഫ് മയോണൈസ് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, പ്ലെയിൻ ഫ്രൈസിനായിട്ട് കഴിക്കാനും നല്ലതാണ്. പിന്നെ നിങ്ങൾ പൊട്ടാറ്റോസ് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ മെനക്കെടണമെന്നില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ കറി ലീഫ് പൊടി ഇട്ടിട്ട് നമുക്ക് ഷേക്ക് ചെയ്ത് കൊടുത്താലും അപ്പോൾ കറി ലീഫ് ഷേക്കർ ഫ്രൈസായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ കറി ലീഫ് ഷേക്കർ പൊട്ടാറ്റോസ് അല്ലെങ്കിൽ ഷേക്കർ ഫ്രൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഈ കറി ലീഫ് മയോണൈസും ഈ ഫ്രൈസും സെർവ് ചെയ്താൽ നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ, നല്ല ഒരു ടേസ്റ്റാണ്. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരായിരിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.